ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ നമ്മളെ ലാലേട്ടൻ്റെ നേര് എന്ന് പറഞ്ഞ പടം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഡ്രാഗൺ മാർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഡ്രാഗൺ മാർട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ആണ്. ടിക്കറ്റ് എടുത്തിട്ട് പോലും അത്യാവശ്യം നല്ല ക്യൂ ആണ് നമ്മളെ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് നേരെ ഇൻസൈഡിലേക്ക് പോവാണ്. നമ്മുടെ മന്ത്രം എടുത്ത് പറഞ്ഞു കൊടുക്കണോ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടോ പടം? നല്ല സൂപ്പർ മൂവിയാണ്. നിങ്ങൾക്ക് പഴയ കാലത്തെ മോഹൻലാലൊക്കെ അതേപോലെ ഇറങ്ങി വന്ന പോലെ തോന്നിയോ? എന്ത് ഒരു കഥയുള്ള അല്ല, ഇത്രയും കാലമുള്ള പടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ വീണ്ടും അത് വന്ന് അതും ശോഭനേന്റെ കൂടെ ഉള്ള ഈ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇതുപോലെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല. ഞാനും അത് അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. തുടർന്ന് പറയുമ്പോൾ ജസ്റ്റ് മോഹൻലാലും ശോഭനയും കൂടി ഒന്ന് വന്നിട്ട് വീണ്ടും ഒരു പടം എടുക്കുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായില്ലേ അമ്മ? എന്താ തോന്നിയത്? ഇല്ലേ, ആ പഴയ കാലത്ത് ആ കഥ അതുപോലെ വന്നവൻ്റെ ഈവൻ ആ വണ്ടിയൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് ആ വണ്ടി അവർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തോ ഒരു അതെ നമ്മളെ വണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ എന്തോ നടക്കുന്ന പോലെയോ ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൂപ്പി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നി? നിങ്ങൾക്ക് ഇല്ലേ, അടിപൊളി ഇല്ലേ? ഇതുവരെ ഒരു ഫിലിമിലും കാണാത്തൊരു നടനാണ് ജോർജ് സാറ് ഇല്ലേ? അതെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ആളും അഭിനയം അടിപൊളി. ആ ചിരി, ആ ഡയലോഗുകൾ, ആ ഒരു കാറിലേക്ക് ഇരിക്കുന്ന ആ ഒരു പ്രസൻസ്. ആ ശരിയാണ്. കുറച്ച് ആ ഫസ്റ്റിൽ നമ്മൾ അയാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നീട് അങ്ങോട്ട് നമ്മൾ അയാളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെറുത്ത് പോകുന്നൊരു അല്ലേ? എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു പഴയകാല സിനിമയിലെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ കാണാത്ത മോഹൻലാലിൻ്റെ പഴയ ഒരുപാട് ഫോട്ടോസ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, വിജയ് സേതുപതി എങ്ങനെ പഴയ കാലഘട്ടത്തിൽ വന്നു? അന്ന് പുള്ളി സിനിമയിൽ ഉണ്ടായിരുന്നോ? ഇല്ലേ? ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. വിജയ് സേതുപതിന്റെ പഴയ ഫോട്ടോ ഒക്കെ അല്ലേ കാണിക്കുന്നത്? അന്ന് ഒരുപക്ഷെ കാലത്ത് പുള്ളി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ദുബായിലേക്ക് വന്നിട്ട് തിരിച്ചു പോയതോ എന്തോ അറിയില്ല അല്ലേ? എനിവേ, പടം എല്ലാ കുടുംബ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ പടമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. സെക്കൻഡ് തീർച്ചയായും ഞാനും കാത്തിരിക്കും. താങ്ക് യു ചേട്ടാ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? നമ്മൾ പഴയ കാലഘട്ടത്തിലെ മോഹൻലാലൊക്കെ തിരിച്ചു വന്നാൽ തോന്നിയോ? ആ ചാനലാണ് ഡ്രീം ടു പാഷൻ, എൻ്റെ യൂട്യൂബ് ചാനലാണ്. എങ്ങനെ എന്ത് തോന്നി ചേട്ടന്? എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ കഥ വീണ്ടും കഥയുള്ള ഒരു പടമൊക്കെ വീണ്ടും തിരിച്ചു വന്ന പോലെ ആ ഒരു പ്രതീതി തോന്നിയോ? മൂവിയാണ് അല്ലേ? യെസ് താങ്ക് യു ചേച്ചി. പടം എങ്ങനെയുണ്ട്? കൊള്ളാവോ? നമ്മൾ പഴയ കാലഘട്ടത്തിൽ ആ മോഹൻലാലിൻ്റെ ആ ഒരു പടമൊക്കെ കാണുന്നൊരു പ്രതീതി തോന്നിയോ? നല്ല പടമാണ്. നമ്മളെ എമ്പുരാൻ എന്നൊക്കെ വ്യത്യസ്തമായിട്ടില്ല, നമ്മളെ പഴയ കാലഘട്ടത്തെ ഇത് വേറെ കാറ്റഗറി. പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന അല്ല, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയില്ല? തിരിച്ചു കിട്ടിയ പോലെ തോന്നി. അതാണ് എനിക്കും അങ്ങനെ തോന്നി. ശരി, അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കുറേ മുമ്പൊക്കെ കണ്ട മോഹൻലാൽ സിനിമേൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ തോന്നിയോ? ഇല്ല, നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താണ് സംഭവിക്കുമ്പോൾ എക്സ്ട്രീംലി ഗുഡ്. എമ്പുരാനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടില്ല, നമുക്കൊരു നല്ലൊരു സിനിമയാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളെ തുടരുന്ന നമ്മുടെ പടമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിരുന്നു. കാരണം തുടരുന്നു പറയുമ്പോൾ ജസ്റ്റ് ശോഭനയും മോഹൻലാലും വന്നു പോകുന്ന ഒരു ഫിലിം ആയിരിക്കുന്നതാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടില്ല. എനിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് ഹാഫിൽ വളരെ ലേറ്റ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ അതങ്ങനെ സസ്പെൻസ് ആണ്. എല്ലാ കുടുംബ പ്രേക്ഷകർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എല്ലാവരും വന്ന് കാണണം. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളെ പഴയ കാലഘട്ടത്തിലെ ലാലേട്ടനൊക്കെ തിരിച്ചു വന്ന ഒരു പ്രതീതി എമ്പുരാനിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇല്ല? എനിക്കില്ല എന്താ തോന്നിയേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ, അതും കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം ടു പാഷൻ.